എല്ലാവരും മരിക്കേണ്ടവരാണെന്നും നമ്മുടെ ജീവിതം നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്രയൊന്നും നീളുകയല്ലെന്നും ഈ ജീവിതത്തിൽ നിന്നും ഈ ലോകത്തിൽ നിന്നും എന്നേക്കുമായി നാം വിട പറയേണ്ട ഒരു സമയം നമ്മുടെ ജീവിതത്തിലുണ്ടെന്നും അതിനുശേഷം എങ്ങോട്ട് പോകുന്നു എന്നുള്ള അടിസ്ഥാന സുവിശേഷത്തിന്റെ സത്യഹൃദയത്തിൽ എഴുതിയിട്ടില്ല എങ്കിൽ മരണമെന്ന് പറയുന്നത് ഒരു മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും ഭയാനകമായ അനുഭവമായിട്ട് മാറും. അതുകൊണ്ടാണല്ലോ 1 Corinthians 15:26 പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യന്റെ മരണമെന്ന അവസാന ശത്രുവിനെ പോലും യേശു കീഴടക്കിയെന്നാണ്. അപ്പോൾ നമ്മളൊക്കെ ഏറ്റവും ഭയാനകമായ ഭയപ്പെടുത്തുന്ന ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്നത് നമ്മുടെ മരണത്തിന്റെ നിഴൽ വീണ അനുഭവങ്ങളിലാണ്. ഒരു മരണത്തെ ഫേസ് ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ, അല്ലെങ്കിൽ മരണമെന്ന മനുഷ്യ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ എത്ര ഫലമുള്ളവരും എത്ര കരുത്തുള്ളവരും അവൻ പതറാൻ തുടങ്ങും, അസ്വസ്ഥപ്പെടാൻ തുടങ്ങും, ഭയപ്പെടാൻ തുടങ്ങും, ഭാരപ്പെടാൻ തുടങ്ങും. ഈ ഭയത്തിന്റെ നടുവിൽ നിന്നുകൊണ്ടും അസ്വസ്ഥയുടെ നടുവിൽ നിന്നുകൊണ്ടുമാണ് യഥാർത്ഥത്തിൽ ഈശോ അപ്പോസ്തലന്മാരോട് പറയുന്നത്, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ അസ്വസ്ഥപ്പെടേണ്ട, എന്നിൽ വിശ്വസിക്കുവിൻ, ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്ന്.